The Champions League is back. ഇനിയുള്ളത് ക്വാർട്ടർ ഫൈനൽസ് ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്റെ predictions കാണാം. We don't care. Let me tell you, we don't care. It is finally time to show my skills. ഇത്രയും കാലം നിങ്ങൾ എന്നെ ജിങ്സ് എന്ന് പറഞ്ഞ് കളിയാക്കി. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഫുട്ബോൾ ലോകത്ത് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, ബട്ട് ടുഡേ ഇന്റെ റിയൽ സ്കിൽസ് നിങ്ങൾ കാണാൻ പോവാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മാത്രമല്ല, ഇത്തവണത്തെ UCL ഫൈനൽ ആര് ചാമ്പ്യൻസ് ആവുന്നുള്ള കാര്യം വരെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രെഡിക്റ്റ് ചെയ്യും. ആൻഡ് ഫൈനൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോനെ റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടെ ചെയ്യും. കാരണം എനിക്ക് അന്ന് എനിക്ക് കാണിക്കണം എന്ത് എന്റെ പ്രെഡിക്ഷൻസ് എത്ര പക്കാണ് എന്ന്. എനിവേ, ഇതാണ് നമ്മളെ ക്വാർട്ടർ ഫൈനൽസ് വരുന്നത്. ഓക്കെ, പാരീസ് വേഴ്സസ് ലിവർപൂൾ, റിയൽ മാഡ്രിഡ് വേഴ്സസ് ബയേൺ മുൻഷൻ, ബാർസ വേഴ്സസ് അത്ലറ്റി ആൻഡ് സ്പോർട്ടിംഗ് CP വേഴ്സസ് ദ ബോട്ട്ലേഴ്സ്. ഐ മീൻ നല്ല കുറച്ച് ഫിക്സ്റ്റേഴ്സ് ആണ്, കൂട്ടത്തിൽ ഒരു മെനല്ലാത്തത് ഇതാണ്. ആൻഡ് നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങട്ടോ. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ 2 ആഴ്സണലിന്റെ മാച്ചസിൽ they bottled so hard. ആഴ്സണൽ ഫാൻസ് ക്വാഡ്രപ്പിൾ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നിടത്ത് ഇനി അവർക്ക് ഡബിൾ കിട്ടുമോ? നോ, സിംഗിൾ. ഇന്ന പോലെ ഒരു സിംഗിൾ ആവാൻ പോവാ. പ്രീമിയർ ലീഗ് മാത്രമേ കിട്ടുള്ളൂ. ബട്ട് ക്വാർട്ടർ ഫൈനലിൽ സ്പോർട്ടിംഗ് CPനൊക്കെ തട്ടിമുട്ടി തോൽപ്പിക്കാനുള്ള ഒരു എബിലിറ്റി ആഴ്സണലിനുള്ളത് കൊണ്ട് തന്നെ 2 ലെഗിലും കൂടെ ആയിട്ട് ആഴ്സണൽ ഒരു 6-7 അല്ല, ഒരു 4-2 എന്നുള്ള ഒരു സ്കോർ ലൈനിൽ ജയിക്കും. അതാണ് എന്റെ പ്രെഡിക്ഷൻ. സ്കോർ ലൈൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ, ആര് ജയിക്കും മാത്രം നോക്കിയാൽ മതി. അടുത്ത മാച്ചപ്പ് പാരീസ് വേഴ്സസ് ലിവർപൂൾ. ലിവർപൂളിന്റെ കാര്യം കുറച്ച് കഷ്ടാണ്. അവർക്ക് 1 കൺസിസ്റ്റൻസ് ഇല്ല, 2 സ്ഥലമൊന്നും മര്യാദക്ക് കളിക്കണില്ല, 3 ഇപ്പൊ എന്താ സിറ്റി ഇപ്പൊ 4 പൊട്ടിച്ചു വിട്ടിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു പാരീസ് സെന്റ് ജെർമൈൻ ഒരു സിറ്റിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയാ ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ള ഒരു ടീമാ. പാരീസ്. അതാണ് എന്റെ പ്രെഡിക്ഷൻ. പാരീസ് ജയിക്കണം കേട്ടോ. PSG ഇവിടെ ജയിച്ചില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. കാരണം ലിവർപൂൾ അത്ര വലിയൊരു ഇതൊന്നും കൊടുക്കാൻ പോണില്ല. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ 2 മാച്ചസ് ആണ് കേട്ടോ കുറച്ചും കൂടെ എന്താ പറയാ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മാച്ച്. മഡ്രിഡ് വേഴ്സസ് ബയേൺ. റയൽ നമ്മൾ UCLന്റെ കാര്യത്തിൽ ഒരു വളരെ അൺപ്രഡിക്റ്റബിളാണ്. അതുകൊണ്ടാണ് ഒരു സിറ്റിനെ അങ്ങനെ തോൽപ്പിച്ചത്. ആൻഡ് ഇനി ഉള്ളത് ബയേൺ മ്യൂണിക്. ഈ ഒരു സീസണിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടീമാന്ന് പറയാൻ പറ്റുന്ന ഒരു ക്ലബ്ബ്. ആൻഡ് ഒരു ചാമ്പ്യൻസ് ലീഗിലായാലും ഓരോ ലീഗിലായാലും എല്ലായിടത്തും മര്യാദക്ക് കളിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് റയൽ മാഡ്രിഡ്. ഓഫ് കോഴ്സ് ഓരോർക്ക് തോന്നിയ പോലെ ചില മാച്ചിൽ നന്നായി കളിക്കും, എന്നിട്ട് ലാ ലീഗിൽ അന്തല്ലാത്ത കളി കളിച്ച് തോൽക്കും ചെയ്യും. ഇപ്പൊ മയോർക്കെതിരെ 2-1 തോറ്റിട്ടാണ് ഇവര് ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ വരുന്നത്. ഞാൻ ഇതിന്റെ ഒരു ആക്ച്വൽ പ്രെഡിക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കേട്ടോ. നിങ്ങൾ എഴുതി വെച്ചിട്ടോ. ബെർണാബ്യൂവിൽ നടക്കുന്ന ഫസ്റ്റ് ലെഗില് മദ്രിദ് 2-1 ജയിക്കും. പക്ഷെ സെക്കൻഡ് ലെഗ് അറ്റ് മ്യൂണിക് 3-1 ബയേൺ ജയിച്ചിട്ട് ഇത്തവണ ലെഗസി എന്ന് മാത്രം പറഞ്ഞിട്ട് റയൽ മാഡ്രിഡ് UCLന്റെ ഫൈനലിക്കൊന്നും എത്താൻ പോണില്ല. ഇവിടെയാണ് അവരുടെ ജേർണി എൻഡ് ചെയ്യുന്നത്. ബയേൺ മ്യൂണിക് ഫോർ ദ വിൻ. ഓക്കെ, ഐ ആം ദി സോറി. ഞാനും റയൽ മാഡ്രിഡിനെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിലും എല്ലാ കാലത്തും ഞങ്ങൾക്ക് 15 UCL ഉണ്ട്, ഞങ്ങളെ ലെഗസി അങ്ങനെയാണ്, ചാമ്പ്യൻസ് ലീഗ് ആകുമ്പോൾ ഞങ്ങൾ വേറെ ലെവലാന്ന് പറഞ്ഞ് മാത്രം ജയിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഫുട്ബോളും കളിക്കണം. ആൻഡ് ബയേണിന്റെ ഫുട്ബോളിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം റയലിന് ഉണ്ടോന്ന് ചോദിച്ചാലൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഒപ്പീനിയൻ മാറ്റും. ഇങ്ങനെ ഇല്ല ഫോക്കസ് അമൽ, എന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഓൾറെഡി ഉണ്ട്, പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ടേ. ബയേൺ ഫോർ ദ വിൻ. ആൻഡ് ദ ഫൈനൽ ക്വാർട്ടർ ഫൈനൽ ഫിക്സ്ചർ ബാർസലോണ വേഴ്സസ് അത്ലറ്റിക്കോ. ആൻഡ് ഈ മാച്ച് കണ്ട് എനിക്ക് മടുത്തിപ്പോ. ഇപ്പടുത്തല്ലേ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒന്ന് കഴിഞ്ഞത്, അതിന് മുന്നേ മറ്റേ റൊമാൻറ്റിറ്റിയും സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട്. ആൻഡ് ബാർസലോണ, ഐ ആം ദി സോറി, ബാർസ ജയിക്കും. അത്ലറ്റിക്കോക്ക് ബാർസലോണനെ 2 ലെഗിൽ തോൽപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ലെഗിൽ ചിലപ്പോ 2 ഗോളിന്റെ ലീഡിലൊക്കെ ജയിച്ചാൽ പോലും ബാർസ അത് തിരിച്ചടിച്ച് ജയിച്ചോളും. അതാണ് ക്വാർട്ടർ ഫൈനലിലെ വിന്നേഴ്സ് പാരീസ്, ബയേൺ, ബാർസലോണ ആൻഡ് ആഴ്സണൽ. നെക്സ്റ്റ് ഓഫ് ദി സെമി ഫൈനൽസ്, അതിലെ പാരീസ് വേഴ്സസ് ബയേൺ മുൻഷൻ. നമ്മളൊക്കെ ഒരു ഹൈ ഗോൾ സ്കോറിംഗ് മാച്ച് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഇന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് വലിയ അധികം ഗോളൊന്നും വരില്ല. മാക്സിമം ഒരു 6 ഗോളുകൾ 2 ലെഗിലും കൂടെ. ഓക്കെ, 2 ലെഗിലും കൂടെ മാക്സിമം 6 ഗോളേ വരുള്ളൂ. ആൻഡ് ബയേൺ ജയിക്കുന്നതാണ് കൂടുതൽ ആളുകളും പ്രെഡിക്റ്റ് ചെയ്ത് കാണുന്നത്. പക്ഷേ ഇന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് ദാറ്റ് ഈസ് ട്രൂ.
ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ. യാ, ബയൺ ജയിക്കും. പാരീസ് അവർ ഫൈറ്റ് ചെയ്യും, പക്ഷേ അവർക്ക് ബയണിനെ തോൽപ്പിക്കാനുള്ള ആ ഒരു ഫൈനൽ സാധനം കിട്ടില്ല. കാരണം ഹാരി കെയ്ൻ ഒക്കെ ഭയങ്കര ക്ലച്ച് ആവും ഈ ഒരു മാച്ചിൽ. ഞാൻ ഇവിടെ കാണണ്ട ആ സാധനം. പിന്നെ ഉള്ളത് ബാർസലോണ വേഴ്സസ് ആഴ്സണൽ. ആഴ്സണലിന്റെ ക്വാഡ്രപ്പിൾ ഡ്രീം ഡബിളായി ചുരുങ്ങിയിട്ടുണ്ട്. ഇനി അത് സിംഗിൾ ആയിട്ട് മാറാൻ പോവാണ്. ബാർസലോണ വിൻസ്. ഐ ആം ദി സോറി ആഴ്സണൽ ഫാൻസ്. നിങ്ങൾ ഡെലൂഷണൽ ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ഞാനും ഡെലൂഷണലാണ്. ഞാനും എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് കിട്ടാത്തുണ്ടെന്ന് അറിയോ. ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളെ പറ്റി അങ്ങനെ വിചാരിക്കലുണ്ട്. അതേപോലെ തന്നെയാണ് ഫൈനൽ ബയൺ വേഴ്സസ് ബാർസലോണ. ആൻഡ് 2 ലെഗിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ട ബാർസലോണ. നിങ്ങൾ ജയിക്കൂല. ഓക്കെ, ബയൺ മുൻഷൻ ഫോർ ദ വിൻ. ദാറ്റ് ഈസ് മൈ പ്രെഡിക്ഷൻ. ഈ ഫൈനലിലെ സ്കോർ ബോർഡ് എങ്ങനെയാവും അറിയോ? ബയൺ 3 ബാർസലോണ 1. യമാല് ഈ മാച്ചിന് മുന്നേ സ്റ്റോറി ഒക്കെ ഇടും. എനിക്കറിയാം, ഞാൻ അതൊക്കെ ഓൾറെഡി കണ്ടുവരികയാണ്. യമാല് സ്റ്റോറി ഇടും ഈ മാച്ചിൽ. എന്നിട്ട് യമാല് മര്യാദക്ക് കളിക്കൂല. ആൻഡ് എല്ലാരും കൂടെ ചെക്കനെ ടൂക്കും. ഇതൊക്കെയാണ് ഇനിയും വരാനുള്ളത്. എന്തായാലും ബയൺ മ്യൂണിക് വിൻസ് ദ ചാമ്പ്യൻസ് ലീഗ്. ആൻഡ് ഹാരി കെയ്ന് ബാലൻഡൂർ ഷൗട്ട്സും വരും. അതൊക്കെയാണ് ഇനി നമ്മൾ കാണാനുള്ളത് അടുത്ത കുറച്ച് മാസങ്ങളായിട്ട്. അത്രക്കുള്ളൂ. ഇതാണ് എന്റെ പ്രിഡിക്ഷൻ. നിങ്ങളുടെ പ്രിഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ എന്തായാലും കമന്റ് ചെയ്യുക. ബാക്കി നമുക്ക് ഈ മാച്ചസ് ഒക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോഴാണ് എനിക്ക് കുറെ വായ്ത്താൾ അടിക്കാനുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രിഡിക്ഷൻസിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ പറയും ജസ്റ്റ് ഒരു പ്രിഡിക്ഷൻ അല്ലേ എന്ന്. പക്ഷേ ഒക്കെ കാൽക്കുലേറ്റഡാ. ഓക്കെ, നമ്മൾ നമ്പേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ മാച്ചും ഓൾറെഡി എൻ്റെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു സാധനമാണിത്. ലെറ്റ്സ് സീ. ബാക്കിയുള്ള മായത്താളം ആഫ്റ്റർ ദ മാച്ചസ്. നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ഒക്കെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതിന് അഗ്രി ചെയ്യുന്നുണ്ടോ? ലെറ്റ്സ് സീ. അപ്പൊ അത്രയുള്ളൂ. ബൈ ബൈ.